എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുതിയൊരു കട്ടർ വാങ്ങിച്ചതായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടർ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ എൻ്റെ മിക്ക ചെടികളും ഇതുപോലെ ഓരോ ശിഖരങ്ങളും മുറിച്ച് വിട്ടായിരുന്നു. മുറിച്ച് വിട്ടത് കൊണ്ട് കണ്ടോ അത്ഭുതം, പുതിയ ശിഖരങ്ങൾ വന്നു, പൂവിട്ടു. ഞാൻ അത്ഭുതം എന്ന് പറയാൻ കാരണമുണ്ട്. 1.5 വർഷമായി ഞാൻ ഈ ചെടി വാങ്ങി നട്ടിട്ട്. ഇത് പ്ലം ആണ്. അപ്പോൾ എന്താ പറയാനാണ്, ഭയങ്കര ആഗ്രഹത്തോട് വാങ്ങി നട്ടതാണ്. പക്ഷെ അതിൽ ഇങ്ങനെ അത് നിൽക്കുന്നതല്ലാതെ അതിൽ പുതിയ ഇലകളും വരുന്നില്ല. വാങ്ങിച്ച സമയത്ത് 1-2 ശിഖരങ്ങൾ വന്നു, പിന്നെ ഒരു രക്ഷയില്ല. പക്ഷേ ഞാൻ മുറിച്ച ശേഷം അതിൽ പുതിയ പൂക്കൾ വന്നു, അത് ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത് നമ്മുടെ ചെറിയാണ്. ചെറിയും ഞാൻ എല്ലാത്തിൻ്റെയും ശിഖരങ്ങളൊക്കെ മുറിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ പിന്നെ എപ്പോഴും കായ്ക്കുന്നതാണ്. അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നുമില്ല. എപ്പോഴും ഇതിൽ ഓരോ സമയവും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. പൂക്കൾ ഉണ്ടാവും, ഫ്രൂട്ട് ഉണ്ടാവും, അങ്ങനെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ ശിഖരങ്ങളും താഴെ ഏറ്റവും താഴെ ഒരു കുഞ്ഞു കൊമ്പിലാണ് അവിടെ കായ്ച്ചു നിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുളിയും ഞാൻ ഒരു രസത്തിന് വാങ്ങി നട്ടതാണ്. ആരും ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചട്ടിയിൽ കൊണ്ട് പുളിയൊക്കെ വാങ്ങി നടുമെന്ന്. എൻ്റെ ഒരു സന്തോഷത്തിന് അതും വാങ്ങി നട്ടു. അത് ഇതുപോലെ തന്നെ വാങ്ങി നട്ടതുപോലെ തന്നെ ഇങ്ങനെ വളർന്ന് പോന്നു. അല്ലാതെ ഇതിൽ ഇങ്ങനെ പൂവൊന്നും ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ പ്ലം വാങ്ങി നട്ട സമയത്ത് തന്നെയാണ് ഇത് വാങ്ങി നട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടോ, അതിലും മൊട്ട് വന്നിട്ടുണ്ട് പുളി വരാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര എന്താ പറയാനാണ്, അത് കണ്ടപ്പോൾ ഭയങ്കര. അപ്പോൾ എനിക്ക് തോന്നി, ഈ കട്ടർ നേരത്തെ എനിക്ക് വാങ്ങാനുള്ള മനസ്സ് വന്നില്ലല്ലോ. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നത് പോലെ ഇതിന് ഒരു സമയമുണ്ടായിരുന്നു. പിന്നെ ഞാൻ മിക്ക ഇതിലും കൊമ്പ് കോതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കൂട്ടത്തിൽ തന്നെ ഇത് മുന്തിരിയാണ്. മുന്തിരി ഇതിൽ ഒരെണ്ണം എടുക്കുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ വീണ്ടും മുറിച്ച് വിട്ടതിന് ശേഷം കണ്ടോ, എല്ലാ കൊമ്പിലും ഓരോരോ പൂക്കൾ വന്നിട്ടുണ്ട്. നമ്മുടെ ഓറഞ്ചാണ് ഇത്. കൊമ്പൊന്നും കോതിയില്ല. ഞാൻ ഈ ഫ്ലവർ വന്നത് കാണിക്കുകയാണ് നിങ്ങളെ. ഇപ്പോൾ ഓറഞ്ച് കുറേ കാഴ്ചയായിരുന്നു ഇത്. പക്ഷെ കുറേ നാളെടുക്കും ഈ പൂക്കൾ വന്ന് ഈ ഓറഞ്ച് ആവാൻ. അതിനൊരുപാട് കാലതാമസമുണ്ട്. ഇപ്പോൾ എൻ്റെ കുഞ്ഞ് ഓറഞ്ച് ഉണ്ടോ വരുന്നത്. ഇപ്പം നല്ല വെയിലായതുകൊണ്ടിട്ട് ഓറഞ്ചൊക്കെ തൊഴിഞ്ഞു പോകുന്നുണ്ട്. പിന്നെ മൾബറി ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് കൊടുക്കും. അത് കാരണം എന്താണെന്ന് വെച്ചാൽ മുറിച്ച് കൊടുത്താൽ മാത്രമേ പിന്നെ വീണ്ടും പെട്ടെന്ന് ഇതിൽ ശിഖരങ്ങൾ വന്നിട്ട് മൾബറി കായ്ക്കുന്നുള്ളൂ. അതെനിക്കത് മനസ്സിലായി. ഫസ്റ്റിലെ എനിക്കത് മനസ്സിലായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മുറിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതിൽ എല്ലാത്തിലും ഒരുപാട് മൾബറി പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അതാ കണ്ടോ, പേരയിലെ മൊട്ട് കണ്ടോ, ഒരുപാട് മൊട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെയും ഞാൻ കൊമ്പ് കോതിയ ശേഷമാണ് ഇത്രയും അതിൽ മൊട്ടുകൾ കൂടുതലായിട്ട് വന്നത്. പുതിയ ശിഖരങ്ങൾ വന്നിട്ട് അതിൽ പൊട്ട്. ഇതെല്ലാം നമുക്ക് ഒന്നും നഷ്ടപ്പെടാതെ തന്നെ പൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 നേരം വെള്ളം നനയ്ക്കണമെന്നേ ഉള്ളൂ. കാരണം വെയിലായതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്കിതിന് കുറച്ച് വെള്ളം മതിയാവും. ഇത് നമുക്ക് ചട്ടിയിൽ വളർത്താൻ പറ്റിയ ഒരു സംഗതിയാണ്. ഈ സ്ഥലമില്ലാത്തവർക്കേ പറ്റുന്ന ഒരു പ്ലാന്റാണ് ഈ പേരയ്ക്ക. ഇത് മറ്റൊരു പേരയാണ്. ഇതിൻ്റെ ലീഫ് കണ്ടില്ലേ, കളറ് വ്യത്യാസമാണ്. ഇതിൻ്റെ ഉള്ളിൽ വൈറ്റ് തന്നെയാണ്. അതും മറ്റേത് വൈറ്റ് തന്നെയാണ്. പക്ഷേ ആദ്യം കാണിച്ച പേരയിൽ വലിയ പേരയ്ക്ക ഉണ്ടാകും. പിന്നെ ഇത് ഒരു കുഞ്ഞു ചെടിയായിരുന്നു. ഒരു കുഞ്ഞുവെച്ചാൽ എൻ്റെ കൈയുടെ നീളമേ അതിന് ഉണ്ടായിരുന്നുള്ളൂ. ഒരു അധികം ഇലകളൊന്നും ഇല്ലാത്തൊരു കുഞ്ഞു ചെടി. അവരെന്നോട് പറഞ്ഞത് ചെറിയാണെന്ന് പറഞ്ഞിട്ടാണ് തന്നത്. ഞാൻ ജസ്റ്റ് എന്തായാലും നോക്കാം, കൊണ്ട് നടാമെന്ന് വിചാരിച്ചിട്ട് പൊടിക്കുമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം പൊടിച്ച് ഇതിലൊരുപാട് കാ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ചെറിയല്ല. എനിക്ക് കണ്ടിട്ട് ലവ്ലോലിക്ക പോലെയാണ് തോന്നുന്നത്. അല്ലേ, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ലവ്ലോലിക്ക അല്ലേ ഇത്? പക്ഷേ ലവ്ലോലിക്കയുടെ ഇലകളൊക്കെ വലുതാണ്, പക്ഷേ ഇതിൻ്റെ ഇല ചെറുതാണ്. ഇത് കണ്ടോ, എൻ്റെ മാവിൽ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഒരുപാട് തവണ പൂക്കൾ വന്നിട്ടുണ്ടേ. പക്ഷേ ഞാനത് നുള്ളിക്കളയാറാണ് പതിവ്. പിടിച്ച് കിട്ടാറുമില്ല. പിന്നെ ചെറിയ തൈയല്ലേ എന്ന് വെച്ചിട്ട് ഞാൻ മുറിച്ച് കളയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്ത് ദൂരെ എറിയാൻ വെച്ചിരുന്ന സംഗതിയാണ്. കാരണം എന്താണെന്നറിയാമോ, വാങ്ങി നട്ടിട്ട് അങ്ങനെ തന്നെ 1 വർഷം വരെ ഒരു ഇല പോലും വരാതെ അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു സംഗതിയായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങനെ ഇരുന്നപ്പോൾ അതിൽ പുതിയ ഇലകൾ വന്നു, പൂക്കാൻ തുടങ്ങി. ഇപ്പോൾ കായും ഇട്ടിട്ടുണ്ട്.